സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം. വിവാഹ വിരുന്നിന്റെ ഉപമ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. ക്ഷണിക്കപ്പെട്ടവരെ വിവാഹ വിരുന്നിന് വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ, ഇതാ എൻ്റെ വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു, വിവാഹ വിരുന്നിന് വരിക. എന്നാൽ അവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിന് പോയിക്കളയും. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രൂദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹപുരം തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹപുരത്തിന് ക്ഷണിക്കും. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രമില്ലാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മുടെ കർത്താവായ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ ഈശോ ഉപമകൾ ഉപയോഗിക്കുന്നത് എപ്പോഴുമല്ല. എപ്പോഴാണ് ഉപമ ഉപയോഗിക്കുന്നത്? മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ ഉപമ അല്ലെങ്കിൽ ഉദാഹരണം ഉപയോഗിക്കാം. ബൈബിളിൽ വിവാഹ വിരുന്ന് എപ്പോഴും ഒരു പ്രതീകമാണ്, നിത്യ ആനന്ദത്തിൻ്റെ പ്രതീകം. സ്വർഗത്തിൽ ദിവ്യകുഞ്ഞാടായ മിശിഹായോടൊപ്പം നിത്യത മുഴുവൻ അനുഭവിക്കുന്ന രക്ഷയുടെ ആനന്ദം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിവാഹത്തിലേക്ക് വിളിച്ചു എന്നതിനർത്ഥം രക്ഷയിലേക്ക് ക്ഷണിച്ചു എന്നാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ അവസാനം, വെളിപാട് പുസ്തകം അവസാനം വരെയുള്ള വെളിപാടിൻ്റെ ഒരു പ്രകാശനമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിച്ചു.
എല്ലാവരും രക്ഷിക്കുവാൻ ദാഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷ ആർക്കും കൊടുക്കാതിരുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പോയി. അതാണ് ആദ്യത്തെ ദാസന്മാർ പ്രവാചകന്മാരാണ്. അവരിനെ ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ പേര്. വരുവിൽ നമുക്ക് രംഗപ്പെടാം. പാപജീവിതം ഉപേക്ഷിക്കുക. പാപജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുകയില്ല. പക്ഷെ ജനമെന്ത് ചെയ്തു? പാപസുഖങ്ങൾ ആനന്ദിച്ചുകൊണ്ട് അവരെ തിരുത്തിയവരെയും അവരെ തിരിച്ചു വെച്ചവരെയും തല്ലിക്കൊല്ലാൻ നോക്കി. അവർക്ക് അവരുടെ പാപസുഖങ്ങളിൽ യഥേഷ്ടം മുന്നോട്ട് പോകാൻ വേണ്ടി അവരെ തിരുത്തിയവരെല്ലാം നശിപ്പിച്ചു. അതാണ് കർത്താവിന്റെ വേദത്തിൽ പറയുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും മിക്കവരെയും അവർ കൊന്നുകളഞ്ഞു. അവരെന്താ കുറ്റം ചെയ്തത്? ജനത്തോട് പറഞ്ഞു, നിങ്ങൾ തിന്മയുടെ വഴി ഉപേക്ഷിക്കണം. ഏശയ്യായുടെ പുസ്തകം 48 ഒരു വാക്യമുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ നീ അനുസരിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൽപ്പനകൾ നീ അനുസരിച്ചിരുന്നെങ്കിൽ സമാധാനം നദി പോലെ ഒഴുകുവാൻ. അപ്പോൾ സമാധാനം ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് സമ്മാനമാണ്. ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് സമ്മാനമാണ് സമാധാനം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സമാധാനമില്ല, 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 കുടുംബ സമാധാനമില്ല, കുടുംബ സമാധാനമില്ല, സമാധാനമില്ല. എവിടുന്നാണ് വരുന്നത്? സമാധാനക്കേട് വരുന്നത് പാപത്തിൽ നിന്നാണ്. അതല്ലേ ആദിമാതാപിതാക്കന്മാർ എത്ര നല്ല സമാധാനത്തിനായിരുന്നു കഴിഞ്ഞിരുന്നത്. ദൈവത്തോടൊത്ത് ദൈവത്തിന്റെ പൊന്നോമന മക്കളായി പരമാനന്ദത്തിൽ ഒഴുകിയിരുന്ന അവരുടെ സമാധാനം വരുന്നപ്പോഴാണ് ഹൗവായുടെ പ്രശ്നമാണ് അവളാ കുരുത്തക്കേട് കാണിച്ചത്. ദൈവത്തിന്റെ തിരുവിഷ്ടം മാത്രം നിറവേറ്റി ജീവിച്ച കാലത്ത് അവര് സ്വർഗീയ ആനന്ദത്തിലായിരുന്നു. വേട്ടവ ചിന്തിക്കുകയാണ്, അവൾ വേറിട്ട് ചിന്തിക്കുകയാണ്, അവളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുകയാണ്. അവൾക്ക് ദൈവം സ്വതന്ത്ര മനസ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ളത്. ആ സ്വതന്ത്ര മനസ്സ് ദുരുപയോഗിച്ച് അവൾ അവർക്ക് വേണ്ടി തീരുമാനം മാറ്റുന്നു. ദൈവം കൽപ്പിച്ചതിന് അപ്പുറത്തേക്ക് പോയി. അതിന്റെ ഫലം നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ മക്കളെന്താ? കായൻ ആവേലും തമ്മിൽ തല്ലുകൂടുന്നു. നീതിമാന ആവേലിനെ മൂത്ത മകൻ കൊല്ലുന്നു. അപ്പന്റെയും അമ്മയുടെയും ദൈവ നിയമങ്ങൾ ലംഘിച്ചുള്ള ജീവിതം കൊണ്ട് മക്കൾ നശിക്കുന്നതാണ്. പിന്നീട് വേദപുസ്തകം തുറന്ന് വായിക്കാൻ നമുക്ക് നാണം തോന്നും. അതുപോലുള്ള കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ദൈവകൽപ്പനകൾ വിട്ടു, ദൈവത്തിന്റെ മാർഗം വിട്ടുള്ള തോന്നിയാസത്തിന്റെ ഫലമാണ് ഈ കാണുന്നതല്ല. ഇങ്ങനെ ഒരാളെന്നെ വിളിച്ച് പറയുകയാണ്, എൻ്റെ അച്ഛ നാണക്കേടായി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ പോലീസ് പിടിച്ചോട്ട് പോയില്ല. അത് കച്ചവടക്കാരനാണ്, അയാൾ 10 വയസ്സുള്ള മനുഷ്യനാണ്. അയാളുടെ കടയിൽ ഒരു സാധനം വാങ്ങാൻ വന്ന ഒരു പെൺകുട്ടിയെ അയാൾ ആക്രമിച്ചു. ഇയാളുടെ കുടുംബത്തിൽ കന്യാസികളൊക്കെ ഉള്ള കുടുംബാറ്റന്മാരൊക്കെ കുടുംബത്തിലുള്ളതാണ്. രക്ഷയുടെ വേദന കേൾക്കുമ്പോൾ ഉറങ്ങിയാൽ രക്ഷ നഷ്ടപ്പെട്ടു. പിന്നെ ആ കുടുംബവും ആ ദേശം മുഴുവനും വിഷമിക്കാം. ഒരു പ്രവൃത്തിയാണ് കണ്ട, ഒരു മനുഷ്യന്റെ തെറ്റായൊരു പ്രവൃത്തി കൊണ്ട് ഇനി ആ കുടുംബം എന്ന് കരകയറിപ്പോകാനാണ്. കണ്ടല്ലേ? അപ്പോൾ ആദിമാതാപിതാക്കന്മാരുടെ ആ ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് മൂലം ഓരോ സഭസ്ഥലം പറയാണ് ലോകം മുഴുവൻ നശിക്കും. നമ്മൾ ചിന്തിക്കണം. സമാധാനക്കേടിന് പരിഹാരമായി സമാധാനം കിട്ടുമെന്ന് കരുതി എവിടെ പോയാലും കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായ വഴികൾ തിരുത്തിയാൽ മാത്രമേ സമാധാനം കിട്ടൂ. ഏശയ്യായുടെ പുസ്തകം 48:18 നമുക്കൊന്നത് കേൾക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ, ദൈവം ആഗ്രഹിക്കുക, നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ഹല്ലേലൂയ.
കരയോർത്തി എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞ നാളെ ഇപ്പോഴും ഉണർന്നോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ലോകത്തിൽ ആർക്കും എൻ്റെ സമാധാനം കളയാൻ പറ്റിയെന്ന് ഉറപ്പാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഇന്ന ആളുടെ ഇന്ന പ്രവൃത്തിയാണ് എൻ്റെ സമാധാനം കളയുന്നത്. തെറ്റായ വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് വിശുദ്ധരെന്തായിരുന്നു? വിശുദ്ധരോട് മനുഷ്യർ കാട്ടിക്കൂട്ടി എന്താ? നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ വിശുദ്ധരൊക്കെ ലോകം എങ്ങനെയാണ് എന്തുമാത്രം ഉപദ്രവിച്ച് എന്തോ ഒരു അപവാദം പറഞ്ഞ് നടത്തി. പക്ഷെ അവരുടെ സമാധാനം പോയില്ലല്ലോ. എന്താ കാരണം? അവർ ദൈവത്തിന്റെ കൽപ്പനകളുടെ പാതയിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനം വളരെ പ്രധാനപ്പെട്ടതാണിത്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണത്തരി പോലെയുമാകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയില്ലായിരുന്നു. അപ്പോൾ കർത്താവ് ഈ പ്രവാചകന്മാരെ അയച്ചയച്ച മടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈശോയെ അയച്ചു. ഈശോയെ അവര് പട്ടയെത്തിച്ചു, ഈശോയെ കൊന്ന്. പക്ഷെ അപ്പസ്തലന്മാരെ അയക്കുന്നുണ്ട് കർത്താവ്. അവരെന്ന് പറഞ്ഞിട്ടും യഹൂദന്മാരധികം പേരും സ്വീകരിച്ചു. നമ്മൾ കാണുന്ന രണ്ട് കൂട്ടരെയാണ്. കർത്താവിന്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന യഹൂദർ ഒന്നടങ്കം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ക്ഷണം തിരസ്കരിച്ചു കളഞ്ഞു. എൻ്റെ പുത്രന്റെ വിവാഹ വിരുന്നിന് വാ 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 എന്ന് പറഞ്ഞ് ഈ രാജാവ് അല്ലെങ്കിൽ കുടുംബനാഥൻ കെഞ്ചുകയാണ്. നമ്മളെങ്ങനെ ചെയ്യും? നമ്മളൊരു ആളെ ക്ഷണിച്ച് വന്നല്ലേ ആ ഇവിടെ നോക്കിട്ട് പറയും. പക്ഷെ ഈ ഊമയിലെ രാജാവ് ദൈവം ക്ഷമയോടെ വീണ്ടും വീണ്ടും ക്ഷണിക്കുക. ഞാൻ റെഡിയായി, നിങ്ങൾ ഒന്ന് വന്നാ മതി. ഇവിടെ കർത്താവ് പറഞ്ഞ ഉപമയില് ഈ രക്ഷയിലേക്ക് വരാത്തവർ ആരാന്ന് പറയുന്നുണ്ട്. രണ്ട് കൂട്ടരാണ്. ഒരാൾ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ ക്യാമറ ഉള്ള കാര്യം പറയാത്തത്. വെള്ളിയാഴ്ച വരും തലവ് തുടങ്ങിയിട്ട് വരണം കേട്ടോ. വെള്ളിയാഴ്ച വാസപ്രാതി ഒരുങ്ങി വരുന്നതൊക്കെ ഉടുപ്പ് സാരിയാണ് ഉദ്ദേശിച്ചത്. നല്ലോണം വിശ്രമമൊക്കെ എടുത്ത് നല്ല അലർട്ടായിട്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർ ആരൊക്കെയാണ്? ഒന്ന് വയലിലേക്കും പിന്നെ വ്യാപാരത്തിലേക്ക്. രക്ഷയ്ക്കുള്ള തടസ്സമാണിതെന്ന് മനസ്സിലിപ്പിക്കാം. രക്ഷ വിചാരിക്കാൻ പറ്റുമോ? ജീവിക്കണ്ടേ. വിശ്വസം വിചാരിക്കാൻ പറ്റുമോ? ജീവിക്കണ്ടേ. പക്ഷേ ഇത് രണ്ടും രക്ഷയേക്കാൾ പ്രധാനപ്പെട്ട കണക്കാക്കിയ നീ നശിച്ചു. നിന്റെ ജോലിയും നിന്റെ ബിസിനസ്സും നിന്റെ കൃഷിയും നിന്റെ ഈ ഭൂമിയിലെ ഉത്തരവാദിത്വങ്ങളും നിന്റെ സ്വന്തം രക്ഷയേക്കാൾ പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, മനുഷ്യ നീ ലോകം മുഴുവൻ നേടി എന്നിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊന്ന് തുറന്ന് എന്ത് ചോദിക്കേ, നമ്മളെ എല്ലാ ഇടവകകളിലും പെരുന്നാൾ എന്ന ആൾക്കാരല്ലേ? ശരിയല്ലേ? അതിൽ പകുതി ഞായറാഴ്ച പള്ളി വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്ത് കാര്യം? പെരുന്നാളാകുമ്പോ എല്ലാരെയും കണ്ട് കാണിച്ച് ഒരു സെലിബ്രേഷനാണ്. കണ്ടോ? ക്രിസ്തുവുമായുള്ള ബന്ധം ഇല്ല ഭൂരിപക്ഷം പേർക്കും. രക്ഷ നശിപ്പിച്ചു കഴിഞ്ഞവര് അവരുടെ വിചാരം വല്ലപ്പോഴും ഒന്ന് പള്ളി എത്തി നോക്കിയാൽ മാമൂസ മുങ്ങിയതിന്റെ പേരിൽ രക്ഷ പ്രാപിക്കില്ല. നമ്മളെ വളരെ അതിശയിപ്പിക്കുന്ന ഈ ഉപമയിൽ ഒരു രംഗമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ്? അവസാനം മുൻ ക്ഷണമൊന്നുമില്ലാതെ വഴിയിൽ കണ്ടവരൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ, വാക്കുണ്ട് എഴുന്നള്ളിയപ്പോൾ എന്നൊക്കെ പറയുമ്പം ഇത് സാധാരണ സംഭവമല്ല, ദൈവം തന്നെയാണ്. എഴുന്നള്ളിയപ്പോൾ
വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. അപ്പൊ ആയിരക്കണക്കിന് പേരിരിക്കുന്ന വിരുന്നിട്ടായി ഒരാളെ മാത്രം വിധം അതെന്തിനായി രാജാവ് നോട്ട് ചെയ്തത്? നമ്മളാണ് ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. 10,000-2000 പേരിരിക്കുന്ന വിരുന്നിച്ചാലയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇയാളെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടോ? ആരുമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയല്ലോ. ഇത്രയും പേരിരിക്കുന്നതല്ലോ. രാജാവ് നോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? മിണ്ടാൻ പോകുന്നില്ല. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത വിളിച്ചിട്ട് നല്ല 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 ബിസിനസ് പാർട്ടികളാ, സ്നേഹിത, മൈ ഫ്രണ്ട്, സ്നേഹിത, വിവാഹ വസ്ത്രമില്ലാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം മുതൽ. എന്താ മൗനം ആലോചിച്ച കാരണം? ന്യായീകരിക്കുന്നില്ല. എന്താ കാര്യം? അവനറിയാം അവൻ്റെ കുറ്റമാണെന്നുള്ള കാര്യം. മിണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം അതാ. അവനും ആലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ എന്താണ് വിവാഹവസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്? വെളിപാട് 19:8. സ്വർഗത്തിലെ വിവാഹം വരുന്ന അവൾക്ക് ഒരാത്മാവിനും അവൾക്ക് ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരുന്നു. എന്തെന്നാൽ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ഹല്ലേലൂയ. കണ്ടോ? മനസ്സിലായോ? അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര തത്വമാണ്. ഇങ്ങനെ അവർ സെന്റക്ഷൻ പറഞ്ഞ് ഇങ്ങനെയാണ്: God who created you without you will not save you without you. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കാൻ ദൈവത്തിന് നിഷ്പ്രയാസം സാധിച്ചു. ഇല്ലായ്മയിൽ നിന്നെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ നിന്നെ രക്ഷിക്കണമെങ്കിൽ നിന്റെ സഹകരണം കൂടിയേ തീരൂ. പെന്തക്കോസ്തുകാർ പറയാൻ എന്താണ്? വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ പോരാ. വിശ്വാസത്തിനനുസൃതമായ സൽപ്രവൃത്തികൾ കൊണ്ട് നിന്റെ ജീവിതം നിറഞ്ഞിരിക്കണം. വായിച്ചു. അവൾക്ക് ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാകും. ഹല്ലേലൂയ. വിശുദ്ധ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശുദ്ധ എന്ന് പറഞ്ഞ അർത്ഥം മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആത്മാർത്ഥമായി ക്രൈസ്തവ ജീവിതം നയിക്കുന്ന എല്ലാവരുടെയും പേരാണ് വിശുദ്ധ. ഹല്ലേലൂയ. എന്താണ് എന്ന് പറയാണ്? ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവുമായി സ്വീകരിച്ച് ആത്മാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നത്. അതേപ്പറ്റി 2-3 വചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടാൽ മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12-ാം വാക്യമാണ്. മത്തായി 11:12. ഞായറാഴ്ച പള്ളിയിലും പോയി സന്ധ്യപ്രാർത്ഥന നടത്തിയാൽ ആര് സുഖത്തിൽ പോകുകയെന്നായി പറയുന്നത്. സൽപ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. സൽപ്രവൃത്തികളാകുന്ന വെള്ള വസ്ത്രം ധരിച്ചിരിക്കണം. മത്തായി 11:12 കർത്താവ് പറയാണ്, സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് കവർന്നെടുക്കും. അപ്പൊ സ്വർഗരാജ്യമാകുന്ന വിരുന്നിൽ നിനക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്ന് കഠിനാധ്വാനം ആവശ്യമുണ്ട്. സ്വർഗരാജ്യം ബലവശ്യം. സ്നാപകന്റെ കാലം മുതൽ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ കാലം മുതൽ ഈശോ മിശിഹായുടെ കാലം. അതൊരു ഒരു 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 വൈരുദ്ധ്യമായിട്ട് തോന്നും. കാരണം ഈശോ മിശിഹ രക്ഷ എല്ലാവർക്കും സൗജന്യമായി തന്നതല്ലേ. ഈശോ മിശിഹായുടെ കുരിശുമരണം മൂലം ലോകത്തുള്ള സകലർക്കും രക്ഷ സൗജന്യമായി കൈവന്നതാണല്ലോ. പിന്നെന്തിനായി അധ്വാനം? അധ്വാനം വേണം. അത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 2:12 പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പൊ ഒരു ക്രിസ്തീയ ജീവിതം ഒരു ഈസി പോക്കല്ല.
ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇവിടേക്ക് ജോലിയുള്ളത് കൈവെക്കാം? ജോലിയുള്ളവർ കൈവെക്കാവോ? ജോലിയുള്ളവരോ, ജോലി ചെയ്തിരുന്നവരോ, നേരത്തെ ജോലി ചെയ്തിരുന്നവർ കൈവയ്ക്കുക, ജോലിയോട് കൈവയ്ക്കുക. ആ ശരി, എന്തിനാ ജോലി ചെയ്യുന്നത്? രാവിലെ കിടന്ന് ഉറങ്ങിയാലോ? അടുക്കള തീ പിടിപ്പിക്കുന്നില്ല, അമ്മച്ചിയാൽ കാലത്ത് ഉറക്കാം. അപ്പച്ചൻ മണിക്കുന്ന പോലില്ല, ഉറക്കാം. അതിലോട്ടൊന്നും പോയില്ല, പോവാം. അതന്നെ ഈ ഭൂമിയിലെ ജീവിതത്തിന് അധ്വാനം ആവശ്യമാണെങ്കിൽ നിത്യജീവിതത്തിൽ അതിനൊക്കെ എത്രയോ അധികമായ അധ്വാനം വേണം. എനിക്കോട് 99% ക്രൈസ്തവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ സ്വർഗത്തിൽ പോകാം, മരിച്ചെടുക്കുന്ന പ്രസംഗം കേട്ട എൻ്റെ ദൈവമേ ഞാൻ ചെവി കുത്തിക്കളയും മരിച്ചെടുക്കുന്ന പ്രസംഗം കേൾക്കാൻ. അച്ഛന്മാർ പൊക്കിയൊക്കെ അടിക്കുകയല്ലേ മരിച്ച ആളെ പറ്റി. അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്കറിയാൻ കാര്യമായിട്ടാന്നുള്ളത്. മരിച്ചവനെ പറ്റി കുറ്റം പറയരുത് എന്നുള്ള തത്വം അനുസരിച്ചാണ് അച്ഛൻ പോക്കെയൊക്കെ അടിക്കും. ഇയാൾക്ക് വേണ്ടി ഒരു നന്മറെല്ലാം തോന്നിയത്. കാരണം സ്വർഗത്തിലാണ്. ഞാൻ ഒരിക്കലും മദാമ്മയോട് പറഞ്ഞു, അമേരിക്ക വെച്ചു മദാമ്മയുടെ അമ്മ മരിച്ചത് കുറച്ചാൾ പോയി നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, നോ ഫാദർ, ഷീ ഈസ് ഇൻ എ ബെറ്റർ പ്ലേസ് നൗ. പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോ, മരിച്ചോ രക്ഷപ്പെട്ടുന്നാ. മരിച്ചു പോയാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷപ്രാപ്തകാരൻ ജീവിച്ചിരിക്കുന്നതാണ് അർത്ഥം വരും അല്ലേ? രക്ഷപ്രാപ്തകാരൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന കണ്ണങ്ങ അടഞ്ഞ ആ പാട്ട് ഇപ്പൊ റോക്കറ്റ് പണം പോകും ഇങ്ങോട്ടെ പോകണം, നരകത്തിലേക്കാ പോകും. പോയില്ല, കൂട്ടുമാറിപ്പോയി. അതുകൊണ്ട് പൗലോസപ്പസ്തലൻ നല്ലോണം പണിയെടുത്ത ആളാണ്. പൗലോസപ്പസ്തലൻ ഇത് പറയാൻ നല്ല ധൈര്യമാണ്. കാരണം എന്താ, അങ്ങേരെ പറ്റി പറയുന്നത് 10,000 മൈൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മലയാറ്റൂരേക്ക് 34 കിലോമീറ്റർ എടുക്കാൻ ഇപ്പോൾ ആൾക്കാർ പൗലോസപ്പസ്തലൻ 10,000 മൈൽ. ഞാനിപ്പോൾ കണക്കോട്ട് നോക്കി, എറണാകുളത്ത് നിന്ന് അമേരിക്കയ്ക്ക് പോകാൻ 8,000 മൈൽ മതി വിമാനത്തിൽ പോകാൻ. അത് തന്നെ എന്ത് കഷ്ടപ്പാടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് റോഡില്ല, യാത്രാ സൗകര്യങ്ങളില്ല. പിന്നെ പൗലോസ് എവിടെ ചെന്നാലും കിട്ടുന്ന തീയ ഇടിയ, ചെറി, കല്ല്, ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ വിളി പോവുക. 10,000 കിലോമീറ്റർ. ആളിന് നല്ലോണം പറയാൻ പറ്റും അധ്വാനിക്കാനായിട്ട് അല്ലേ? നല്ല ആത്മാർത്ഥ പറയാൻ പറ്റും. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം, ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. അപ്പൊ ഇത് വളരെ ലളിതമാണ്. ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു ന്യായമായിട്ട് മുന്നോട്ട് നയിച്ചോട് പോകണമെങ്കിൽ നമ്മൾ കഠിന അധ്വാനിക്കാൻ പറ്റുകയില്ല. പൗലോസപ്പസ്തലൻ രക്ഷയെ പറ്റി പറയും അധ്വാനിക്കുന്ന 2 തിമോത്തി 2:2 ആര് പറയുകയാണ്, അധ്വാനിക്കുന്ന കർഷകന് മാത്രമേ വിളവ് ലഭിക്കൂ. അപ്പൊ ഇത് ശരിക്കും തിരുത്തണം പ്രിയപ്പെട്ടവരെ. ക്രൈസ്തവ ജീവിതം പറഞ്ഞ ഏതാനും കുറെ പ്രാർത്ഥനകൾ ചൊല്ലി, രാവിലത്തെ ഒരു പ്രഭാത ജപം, പിന്നെ കുർബാനയ്ക്ക് പോയി, പിന്നെ വൈകുന്നേരം കൊണ്ട പ്രാർത്ഥന, ഇത് കഴിച്ച് ബാക്കി സമയം മുഴുവനും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ രക്ഷ അപകടത്തിൽ ആക്കി വെച്ചിരിക്കുക. അവർ മരിക്കാൻ നരകം വാവിളിച്ചു നിൽക്കുക. അതുകൊണ്ട് സൽപ്രവർത്തികൾ ഇല്ലാത്തവരെ കയറ്റിയല്ല. അവനെ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതായി ഈ വിരുന്നുശാലയിലേക്ക്. അതിന് വേറെ ടിക്കറ്റൊന്നും ആവശ്യമായിരുന്നില്ല. പക്ഷെ അവൻ വിവാഹവസ്ത്രമില്ല അവന്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയാണ് അത് വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ അച്ഛനായതിന് പേര് എന്നെ കയറ്റി വിടിയല്ല, എന്റെ സൽപ്രവർത്തികളെ നിരീക്ഷിക്കും ദൈവം. എന്ന് വെച്ചാൽ സ്വർഗത്തിന് ഉപകാരപ്രകടമാകുന്ന സൽപ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് ഉപകാരപ്രദം സൽപ്രവൃത്തി എന്നതാ സുവിശേഷ വേലയാണ്. പറഞ്ഞു പിടിച്ച് പലപ്പോൾ അവിടെ വരെ എത്തിയില്ല. ഇപ്പോൾ ഇവിടെ ഒന്നിനും അമ്മച്ചിമാർ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മധ്യസ്ഥഭാഗത്ത് ഓടി ഇന്നലെ ഞാൻ ഒരു അമ്മച്ചി പോലെയാണ്. എൻ്റെ അമ്മ നടക്കാൻ പോലും പാടില്ല പാവത്തുന്നു, തീരെ വയ്യാതെ. എങ്ങനെ ഇവിടെ സന്ദർശിച്ചത്, എങ്ങനെ ഇത് വീട്ടിൽ എത്തുമെന്ന് എനിക്ക് ടെൻഷൻ ഇവരെ കൊടുക്കുന്നു. അത്രയ്ക്ക് അവശരായി നടക്കാൻ പറ്റുന്ന അമ്മച്ചിമാർ പ്രാർത്ഥിക്കാൻ പറ്റില്ല എല്ലാ ആഴ്ചയിലും.
ആലോചിച്ച് നോക്കി, നമുക്ക് ആരോഗ്യത്തിനായിട്ട് നമുക്ക് വേലയില്ലല്ലോ, സമയമില്ലല്ലോ. കേട്ടോ, അവരൊക്കെ മരിക്കുമ്പോൾ ദൈവം എന്ത് പറയും അവരെ പറ്റി? സൽപ്രവർത്തികളുടെ വെള്ളവസ്ത്രം ധരിച്ച കന്യകമാരായിട്ട് സ്വീകരിക്കുകയല്ലേ. സുവിശേഷത്തിന് വേണ്ടി, അതായത് ഈശോ ഇത് പറയുന്ന കാലത്ത് തെറ്റിദ്ധാരണയാണ്. എന്താണെന്നറിയോ? ഈശോ ലോകത്ത് വന്ന എന്തിനു വേണ്ടിയാണ്? എല്ലാവരെയും തൻ്റെ പിതാവിൻ്റെ നിത്യമായ വിവാഹത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. തൻ്റെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസ്വർഗത്തിലെ നിത്യമായ വിരുന്നിലേക്ക് വിളിക്കാതെ ഈശോ വന്നിരിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനിയുടെ ജോലി എന്താ? അത് തന്നെ ഈശോയുടെ അതേ ജോലിയാണ്, വേറെ ജോലി ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന്റെ വേലയിൽ അലസരാകാൻ പാടില്ല. ഇതിനോട് ചേർന്ന് വായിച്ചു പോകേണ്ട വേറൊരു ഉപമയുണ്ട്. അത് മത്തായി 20 പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാട് ഉമ്മയ. അത് വളരെ പ്രധാനപ്പെട്ടതാ. അതെങ്ങനെയാ നിങ്ങൾക്ക് ഓർമ്മയുള്ളതാ? എന്തായിരിക്കുന്നത് കേട്ടോ? ഇതെല്ലാം സ്വർഗരാജ്യത്തെ പറ്റി. അതിനാ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ സദൃശം. ദിവസം 1 ദിനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3-ാം മണിക്കൂറിൽ, അതായത് 1-ാം മണിക്കൂർ രാവിലെ 6 മണിയാണ് അവിടുത്തെ കണക്കനുസരിച്ച്. അപ്പോൾ 3-ാം മണിക്കൂർ പറയുമ്പോൾ എന്താണ്? 9 മണിയായി. 3 മണിക്കൂറിന് ശേഷം അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത്, നീ വായിക്കാൻ ശ്രദ്ധിക്കണേ, അലസരായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചന്തസ്ഥലത്ത് അവര് എന്ത് ചെയ്തു? വീഴും. ഈ പെറ്റിയോടെ മേടിക്കാൻ മതി, പകുതി വളഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ, കൂലികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ പാഠം നടക്കാനായിട്ട് അങ്ങനെ കേട്ടിട്ടുള്ളത്. ഈ കൂലികളൊക്കെ വലിയമാരെ കുത്തി ഒടിക്കണം, നത്തൽ എല്ലാവരും പെട്ടിക്കൊന്നും വെക്കാൻ പറ്റിയത്. അല്ല, ഇവരെ മലക്കര മെത്രാപ്പൊലീത്തന്മാർ ഇരുന്ന് നടക്കേണ്ടി വരും. എന്താ ഇയാൾക്കെന്താന്ന് ചേതം? അവർ പറഞ്ഞ എന്താ പോലെ ഇയാൾക്കെന്താ വഴി? ഇയാൾ ചോദിക്കുക, നിങ്ങളെന്താ അലസരായി നിൽക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളെ ആരും വിളിക്കാഞ്ഞിട്ടാണ്. നോളയാ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? ശരി എന്നാ എന്റെ പണിക്ക് എല്ലാം പറയും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ തമാശയില്ല. ഏകദേശം 11-ാം മണിക്കൂർ പണിക്ക് ആണെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പണിയാ, 12 മണിക്ക് ഡ്യൂട്ടിയാണേ. ഇവിടുത്തെ 8 മണിക്കൂറല്ല, 5 മണിയായി. അപ്പോഴും ഇവന്മാരെന്ത് ചെയ്യാ? രാജാവ് അതിന് പറയാണ്, പുറത്ത് ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവനും അലസരായി നിൽക്കുന്നതാണ്. അപ്പം അവിടെ ഒരു കാര്യം മനസ്സിലായി, ഈ രാജാവിന് നിർബന്ധമാണ് ആരും അലസരാകാൻ പാടില്ല. നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി എന്റെ പണിക്ക് ഇറങ്ങണം, തരാം. എന്നിട്ട് അവനും കിട്ടിയ ഒരു ഇതാണ്. ചിലരുടെ വിചാരം എന്നാ പിന്നെ അവസാനം ഇറങ്ങിയാൽ മതിയല്ലോ, നമ്മൾ പറഞ്ഞു വയ്ക്കാണ് പോകുന്നത്. അതല്ല ഇവിടുത്തെ പോയിന്റ്. എന്താ ഇവിടുത്തെ പോയിന്റ്? ആരും അലസരായി നിൽക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ മിക്ക ബുധനാഴ്ചകളിലും ഏതാനും പേര് ഇപ്പൊ കുറഞ്ഞു 2 സഹോദരിമാര് ഈശോയുടെ പുസ്തകം കൊണ്ട് പോകും വീടുകളിൽ. അവർക്ക് പോകേണ്ട കാര്യം, അവർക്ക് വീട്ടിലേക്കാൻ നോക്കിയാൽ പോരെ. വീട്ടിൽ കാലത്തെ കഞ്ഞി വെച്ച് കറി വെച്ച് കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ ഉണ്ടാക്കി അത് കഴിച്ച് വിശ്രമിച്ച് വൈകിട്ടത്തെ ഉണ്ടാക്കി അതുപോലെ അവരിതൊക്കെ മറന്ന് ഈശോയുടെ പുസ്തകം കൊണ്ട് പോകും. അപ്പൊ ചില വീട്ടുകാരൊക്കെ തെറിയാണ് ഇവിടെ തെറി വന്നിട്ടാണ് ഇവിടെ അത് കഥകൾ തട്ടി അടയ്ക്കുന്നു. പക്ഷേ ഇവരെ പറ്റി എന്ത് പറയും? കമന്റ് അവസാനം കർത്താവ് വരുവിൻ വരുവിൻ ഉണ്ടോ? അതാണ് പ്രശ്നം. അപ്പൊ അലസരായി കഴിയുന്നു. എനിക്ക് കച്ചവടത്തിൽ പോകാനുണ്ട്, ഇവിടെ പറഞ്ഞതല്ലേ, എനിക്ക് കൃഷി നോക്കാനുണ്ട്, എനിക്ക് കച്ചവടം നോക്കാനുണ്ട്, എനിക്ക് വരാൻ നിവൃത്തിയില്ല. വരണ്ട വരണ്ട. കൃഷി നോക്കിയിരുന്നു, കച്ചവടം നോക്കി കൃഷി നോക്കിയിരുന്നു, കത്ത് കഴിയുമ്പം കെട്ടിക്കൊണ്ടു സൂത്രപ്പണി നടക്കിയതാ.
നീതിമാനായ കർത്താവ് കുരിശത്തിൽ മരിച്ചിട്ട് അതൊക്കെ പറയുന്നത് വെറുതെ എന്നല്ല പറഞ്ഞു. കർത്താവ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ വരെ കൊടുത്തതിന് ശേഷമാണ് പറയുന്നത് നിങ്ങൾ അലസരായി നിൽക്കരുത്. നിങ്ങളെന്താ എന്ന് വന്നിവിടെ? നിങ്ങൾക്ക് വരേണ്ട കടമയുണ്ടോ? വെള്ളിയാഴ്ച വരേണ്ട കടമയുണ്ടോ? ഉണ്ടോ? ഞായറാഴ്ചയിലെ കടവുള്ളൂ. എന്താ വന്നതെന്ന് ഒന്ന് പറഞ്ഞു. പല കാര്യമുണ്ട് വെച്ചോ. നിങ്ങൾ വെള്ളിയാഴ്ച വരുന്നത് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്വർഗത്തിൽ അപ്പം എഴുതി വയ്ക്കും, നല്ല പ്രവൃത്തിയായിട്ട്. ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വെള്ളിയാഴ്ച വരുന്നതെങ്കിൽ അത് സൽപ്രവർത്തികൾ ലിസ്റ്റ് എഴുതും. സ്വന്തം കാര്യം വയ്ക്കാൻ വന്ന ലിസ്റ്റിൽ വീഴിയരാം. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും, ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം സൽപ്രവർത്തികൾ അല്ലെങ്കിൽ വിവാഹ വസ്ത്രമായി കണക്കാക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ ഒരു 2-3 മാസം ഒരു അച്ഛനോട് പ്രസംഗിക്കാൻ വന്നവർ ആദ്യ വെള്ളിയാഴ്ച വേളാങ്കണ്ണി വരെ പോയാലും ഓർമ്മ മറന്നുപോയാൽ വേളാങ്കണ്ണി നടന്ന് 3 ട്രിപ്പ് നടന്നു പോയിരുന്നു. കേട്ടായിരുന്നോ? ആരും കേട്ട അതൊന്നും കേൾക്കുകയല്ലേ, അമ്മച്ചനോടും കേട്ടത്. അച്ഛൻ പറഞ്ഞ എവിടെ പ്രസംഗിച്ച അച്ഛൻ ഏതാനും യുവാക്കന്മാരുമായി വേളാങ്കണ്ണി പള്ളി വരെ 450 കിലോമീറ്ററാണ് തോന്നുന്നത്. 500 മൈലായിരിക്കും അല്ലേ? 500-500-ലധികം കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഇവിടുന്ന് 3 പ്രാവശ്യം നടന്നു പോയെന്ന്. എൻ്റെ അച്ഛനെല്ലാം പിള്ളേരെല്ലാം ഉണ്ട്, അതെല്ലാം ഗുണം കിട്ടാൻ വേണ്ടി വേളാങ്കണ്ണി പിള്ളേർ 5 പഠിക്കാൻ വേണ്ടി പോയതാണ്. മക്കളെല്ലാം താഴ്ത്ത് കൂട്ടാൻ വേണ്ടി പോയതാണ്. അവിടെ ഒരു ഇപ്പം താഴെ നിർത്തി കേട്ടാ, അവിടുത്തെ ആ താഴെ കൂട്ടി നിർത്തി പോയി. ഞാൻ പറ വന്നാൽ താഴ്ത്ത് കൂട്ടം പരിപാടിയില്ലേ, ഒരു അദ്ഭുതാചാരമായിരുന്നു അത് നിർത്തി. എന്താണ് അത്? അതാണ് സൽപ്രവൃത്തി. അതാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേളം കൂടി കൊടുത്തേക്കുക. എക്സ്ട്രാ ചെയ്യാനാ പറയുന്നത്. നമ്മൾ ചെയ്യാൻ കടപ്പെട്ടതിലും കൂടുതൽ ചെയ്യാൻ ആവശ്യപ്പെടുക ഉണ്ടോ? അവർക്ക് ഇവിടെ മരിയമ്പള്ളി പണിത സമയത്ത്, മാതാവിൻ്റെ പള്ളി പണിത സമയത്ത് 5 മണിക്ക് പലർത്തേണ്ട ചില പണിക്കാർ 7 വരെ പണിയിട്ട് പോയത്. 5 മണി വരെ പണിയുന്നത് കൂലിയെ മേടിക്കുള്ളൂ, പക്ഷെ 7 വരെ എക്സ്ട്രാ മേടിക്കണം. ആര് പറഞ്ഞിട്ടാ? അത് സൽപ്രവൃത്തിയാ, മറ്റത് കൂലിയാ. 5 വരെ പണിതതിന് കാശ് കിട്ടി, അതിന് ശേഷം പണിതതെല്ലാം സ്വർഗത്തിൽ എഴുതപ്പെട്ടു അക്കൗണ്ടിലേക്ക്. എഴുതിക്കുന്നുണ്ടോ? നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേളം കൂടി കൊടുത്തേക്ക്. 1 മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ പോയിക്കൊള്ളുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന സൽപ്രവർത്തികളുടെ എണ്ണം കൂട്ടണം, വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഒരു തമാശ ഉണ്ടായി ഇവിടെ. തമാശയുടെ കാര്യമായതാണ്. ഭാര്യ പള്ളിയിൽ പോയി വന്നപ്പോൾ ഒരു മാസികയും കൊണ്ടുവന്നു വീട്ടിൽ. മാസിക ജീവരക്ഷമാണ്. അപ്പോൾ 1 മണിയായപ്പം ഒരാളോട് ഓഫീസിൽ വന്നിരിക്കുക. അപ്പോൾ ഓഫീസിൽ 1 മണിക്ക് വന്നില്ല, 1 മണിയും അത് 3 വരെ പ്രാർത്ഥിച്ചു ചാപ്പലിരുന്നു. 3 മണിയായപ്പോഴാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഓഫീസിൽ വിളിച്ച് ഒരു പ്രായമായൊരു അച്ഛനെ കാണണം നിർബന്ധം പറഞ്ഞ് വന്നിരിക്കുകയാണ്. അത് ഞാൻ വരാം. ഞാൻ അപ്പോൾ വൈകിപ്പോയി, ഭക്ഷണം കഴിച്ചാൽ അത് മയങ്ങിപ്പോയി. പെട്ടെന്ന് എന്നെ വിളി വന്ന് ഞാൻ ചെന്നു. ഈ അപ്പച്ചൻ പറയാനേ, അച്ഛാ ഇത് കണ്ട, ഈ മാസിക എൻ്റെ ഭാര്യ, ജീവരക്ഷാ മാസിക എൻ്റെ ഈ അപ്പച്ചൻ്റെ വയസ്സ് 90 ആകട്ടോ, 90+. ഞാൻ പറഞ്ഞൊന്ന് ചെറുപ്പക്കാർക്ക് വിളിച്ചു. അപ്പച്ചൻ്റെ വയസ്സ് 90 വയസ്സ്. അപ്പൊ ഈ മാസിക വായിച്ച് കണ്ടപ്പോൾ തോന്നി, ചുറ്റും ആണെങ്കിൽ വലിയ സാമ്പത്തിക, എനിക്ക് തോന്നുന്നു ആത്മാവ് വേദിപ്പിക്കുക, അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പൊ തന്നെ പോയി 1 ലക്ഷം രൂപ കൈമാറണം. ആര് പറഞ്ഞിട്ട്? അദ്ദേഹം
96 വന്നിട്ടുണ്ട്. അതിലൂടെ 30 കൊല്ലം ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് തീരെ വയസ്സനായി. ബസ് യാത്ര ചെയ്യാന്നുള്ള ആരോഗ്യമില്ല. ഇവിടെ വീട്ടിൽ പാവം വന്നിരിക്കുക. മുളക് വേണം വീട്ടിൽ. അപ്പം ഈ കാശ് കാശൂടെ വേണം ഉദ്ദേശിക്കുന്നത്. അപ്പം പുള്ളി അതിലൊക്കെ കഴിഞ്ഞു എൻ്റെ സൽപ്രവൃത്തി കൊണ്ട് പൊക്കുകയല്ല. ഉള്ളെങ്കിൽ എന്നാൽ പോലും അല്ല ഇത് തന്നെ നിർബന്ധിക്ക് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പുള്ളി ഇടവക്കാരനൊന്നുമല്ലേ. ഇടവകയാണെങ്കിൽ നമ്മുടെ പള്ളി പണി എന്ന് പറയുമ്പോൾ ഇടവക്കാരല്ല, ഇല്ല നമുക്ക് പണിയണം, നമുക്ക് പണിയണം, നമുക്ക് പണിയണം, ലോകത്ത് ആരും പണിയാത്ത പണിയണം, അതിനുവേണ്ടി ഞങ്ങൾ വീടും പറമ്പ് വിറ്റ് തരാമെന്ന് പറയും. അല്ലേ, കമ്മിറ്റിക്കാർ കണക്കടിക്കല്ലേ. ഇന്ന വീട്ടുകാർ അവിടെ എത്ര വീട്ടിൽ ജോലിക്കാരുണ്ട്? 2, 3, ഓക്കെ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ. അങ്ങോട്ട് ഇനി വന്ന് പറയുക. ഇതുപോലെ അപേക്ഷയൊന്നുമില്ല, വന്ന് കൽപ്പിക്കുക. നമ്മൾ കൊടുക്കാൻ ഉമ്മടെ പള്ളിയല്ലേ. ഞാനകത്തി പറയും അവിടെ പോയി അച്ഛൻ ഇപ്പോഴും കാശിന്റെ കാര്യം പറയുള്ളൂ, കാശിന്റെ കാര്യം പറയുള്ളൂ. അല്ല ശരിയല്ലേ ഞാൻ ചിരിക്കുന്നത്. ഈ അപ്പത്തിന് ആര് പണിതാ മാസിക വായിച്ചത്. പക്ഷെ അവിടുന്ന് ഇവിടുന്ന് പോകാൻ 4 മണി ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് ഭക്ഷണം കഴിച്ചില്ല. അപ്പോ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി. എന്റെ സൽപ്രവൃത്തി ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുക എന്താണ്? 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്ന കൂടി 2 മൈൽ പോകാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കടപ്പെട്ടതിനും പുറമേ കൂടുതൽ സൽപ്രവൃത്തി ചെയ്യണം. ഹല്ലേലൂയ. ഇപ്പൊ അപ്പച്ചനെ കാശ് പെട്ട് തന്നില്ലേ, അങ്ങേറ്റം വാങ്ങി കിടക്കുക അല്ലേ. മരിക്കുമ്പോൾ കൊണ്ടുപോകും, മക്കൾ കൊണ്ടുപോകും. മക്കൾക്ക് എന്തായാലും വരുമാനം ജീവിതമൊക്കെ കാണും. പക്ഷേ അത് സൽപ്രവൃത്തിയെ കുറിച്ച് പെടിയല്ല. അപ്പച്ചൻ്റെ ദിവസം നിൽക്കുമ്പോൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുത്തത് വലിയ സ്വർണ്ണ നീ എഴുതി വയ്ക്കും. മക്കൾക്ക് കൊടുത്തതെല്ലാം കറുത്ത വഴിക്ക് എഴുതി വയ്ക്കും. ഏതാണ് അതെന്ത് കാരണം അറിയാമോ? പട്ടിയും പൂച്ചും ചെയ്യുന്ന മക്കൾക്ക് കൊടുക്കുന്നത്. ഒരു പൂച്ചയ്ക്ക് ഒരു നല്ല ലക്ഷം മുള്ളു കിട്ടിയ പൂച്ച എന്ത് ചെയ്യും? വലിയ പൂച്ച കൊച്ചു പൂച്ച അന്വേഷിച്ച് വരും, കൊടുക്കും. പിന്നെ ബക്കറ്റും വെള്ളമൊന്നും ഇല്ലാത്ത കാരണം വലിയ പൂച്ച എന്ത് ചെയ്യും? കൊച്ചു പൂച്ച നട്ടി തോർത്തി കളയും, കുളിപ്പിക്കും. എന്തൊരു സ്നേഹം ചോദിക്കും. അപ്പൊ ഈ മക്കൾക്ക് കൊടുക്കാന്നത് പട്ടിയും പൂച്ചും ചെയ്യുന്ന ദൈവരാജ്യത്തിനോട് കൊടുക്കുന്നതാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ടത് പ്രവൃത്തി. അപ്പൊ അതുകൊണ്ടാണ് നിന്റെ സമയം. അതുകൊണ്ട് ഈ എല്ലാവരും ഓർത്തോളണം, ഇനി ഒരുപാട് സമയമൊന്നും ആർക്കും ഇല്ല കേട്ടോ. ഒരുപാട് സമയമൊന്നും അച്ഛനെ പറ്റി പറഞ്ഞ അച്ഛനെ പറ്റി പറയുന്നു സമയം പറയില്ല. ഒരുപാട് സമയമുണ്ടെന്ന് കരുതുന്നവരാ പെട്ടെന്ന് പോകുന്നത്. ഒരിക്കൽ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ഒരു വ്യാഴാഴ്ചയായിരുന്നു. ഞാൻ നമ്മുടെ നിത്യാരായൺ ചാപ്പലിലേക്ക് പോവുക. ഓഫീസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് സൈഡിൽ കൂടെ അങ്ങ് പോകുമ്പോൾ 2 സ്ത്രീകൾ ഇങ്ങോട്ട് ഭയങ്കര വെപ്രാളത്തോടെ വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഓഫീസിൽ വന്ന് എന്തെങ്കിലും പ്രാർത്ഥനകളും കുറിക്കാൻ വരുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ പ്രത്യേകിച്ച് ഒന്നും അതിനെ ശ്രദ്ധിക്കാൻ പോയി നേരെ അങ്ങ് പോയി. അപ്പോൾ ഗേറ്റിനടുത്ത് മഴക്കാലമാണ്, നല്ല ചെളിയും വെള്ളമുണ്ട്. അപ്പോൾ ബുക്ക് സ്റ്റോൾ കഴിഞ്ഞ് ആ ഭാഗത്ത് എത്തിയപ്പം ഗേറ്റിൻ്റെ പുറത്ത് ഒരു ഇന്നോവ കാറ് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ആൾ ഓടി വന്ന്, നന്നായിട്ട് വെൽ ഡ്രസ്സായ മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. ഓടി വന്ന് ആ ചെളിയും വെള്ളത്തിൽ മുട്ടുകുത്തുന്ന കരയാൻ തുടങ്ങി. എന്നിട്ട് അച്ഛാ പോയത് എൻ്റെ ഭാര്യ അച്ഛനെ കാണാൻ വേണ്ടിയാണ് മാസ്റ്റർ വന്നത്. അവളുടെ സങ്കടം ഞാൻ കണ്ടു കാണില്ല. അച്ഛൻ ഒന്ന് വരാമോ എൻ്റെ കാറയിലേക്ക്? എൻ്റെ മകളെ ആശ്രമടിച്ചിട്ട് നിന്ന് മടക്കി കൊണ്ടുപോവുക. വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അവർ കൊണ്ടുപോവുക. പോണ വഴിക്ക് പുള്ളി പറഞ്ഞു, ഒരു മദാമയെ പോലെ വെളുത്തൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ കണ്ട കറുത്ത വെയിലടിച്ചതുപോലെ ഇരിക്കും. ഞെട്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ആ കൊച്ചിരിക്കുന്നത് അപ്പൻ്റെ സൈഡിലെ സീറ്റിൽ, ഡ്രൈവർ സീറ്റിൽ, ഇപ്പം സീറ്റിൽ ആളിങ്ങനെ ചെത്തിയിരിക്കുക. അപ്പം പറയുകയാണ്, ഇവള് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറാകാൻ ഇനി 3 മാസമേ മിച്ചമുള്ളൂ. 3 മാസത്തിന് മുമ്പ് പെട്ടെന്നൊരു മാരകമായ ക്യാൻസർ ബാധിച്ചു. ഇപ്പോൾ ഈ ഏതാനും മണിക്കൂറിനകത്ത് അന്ത്യശ്വാസം വരും. പ്രായം, മനുഷ്യൻ്റെ പദ്ധതികൾ,
സ്വപ്നത്തിൽ വിചാരിച്ചു ആ കൊച്ചങ്ങനെയാകും. അപ്പോൾ നിന്റെ കയ്യിൽ ഇന്ന് സമയമുണ്ട്. 4 കാലം നടക്കാൻ നിനക്ക് സ്വന്തം പറ്റും. നിനക്ക് നടക്കാൻ പറ്റും, സ്വയമായി നടക്കാൻ പറ്റും. എന്നിട്ട് സൽപ്രവൃത്തി ചെയ്യാതെ അലസനായി കഴിഞ്ഞാൽ നിത്യ നരകമായിരിക്കും കിട്ടാൻ പോകും. എനിക്ക് കച്ചവടത്തിന് പോകണം, എനിക്ക് കൃഷിക്ക് പോകണം, ശരിക്കും നീ എല്ലാത്തിനും പോകും. ഒരു ദിവസം പോക്കൊക്കെ നിൽക്കും. ഇതിന് അച്ഛൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുക, കർത്താവ് ഭീഷണിപ്പെടുത്തിയാ പറയാറുള്ളത് നല്ലത്. രക്ഷയെ സംബന്ധിച്ച് കർത്താവ് ഭീഷണിപ്പെടുത്താറുണ്ട് അല്ലേ? നിങ്ങളുടെ ഒരു കൊച്ച് ഒരു വിഷം എടുത്ത് കുടിക്കാൻ കൊച്ചു പറയാമോ, മോനെ വിഷം കുടിക്കാതിരിക്കുന്നു നല്ലത്, അങ്ങനെ പറയുമോ? ഒറ്റ അടിയാ വെച്ചു കൊടുക്കാം നമ്മള്, ചെറിയും പറഞ്ഞുകൊണ്ട്. രക്ഷയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. കാരണം നമ്മൾ ആരും നമ്മുടെ മാതാപിതാക്കൾ മൂലമാണ് നമ്മൾ ജനിച്ചതല്ല. നമ്മൾ ആരെങ്കിലും ജനിക്കാൻ സ്വപ്നത്തിൽ ഭൂമിയിൽ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരാളും എനിക്ക് ഭൂമിയിൽ ആരും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെ ആരും മുൻകൂട്ടി സ്നേഹിച്ചിട്ടുമില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നയാ പൈസ ആരും മുടക്കിയിട്ടില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവാണ്. നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവമാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ആ നിത്യമായ വിരുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നിത്യ വിരുന്നിൽ എത്തിപ്പിക്കാൻ വേണ്ടി രാമകൾ നമ്മുടെ കൂടെ താമസിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും മറന്നിട്ട് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മുഴുകുന്നത് എന്ത് ശുദ്ധ മണ്ഡലത്തിലാണ്. അതൊന്നും വേണ്ടത്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വേണം. അതിന് ഉള്ള സ്ഥാനം കൊടുക്കാവുള്ളൂ. അതിന് എല്ലാത്തിനും വലിയ സ്ഥാനം കൊടുത്താൽ നിന്റെ നിത്യരക്ഷ അപകടത്തിലാകും. നിങ്ങൾ തെറി പറഞ്ഞാൽ വിമർശിച്ചാൽ എനിക്ക് വിഷമമില്ല, പേടിയില്ല കാര്യം പറയാൻ. ഈ ഫ്രാൻസിസ് സേവർ പുണ്യാളെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ദൂരം പോയാല് എത്ര കോടിയായി പണം പോയത്? 3 കോടിയോ? 3 കോടിയോ പറ്റി അവിടെ പോയെന്ന കണക്കാണ്. എന്താ പുള്ളിക്കാരൻ? ആരായിരുന്നു പുള്ളിക്കാരൻ? പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പുള്ളി. അന്നത്തെ കാലത്ത് പാരീസ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തൊരു സ്ഥാനം ചെറുപ്പക്കാരന് കിട്ടാനില്ല. ശമ്പളത്തെക്കാൾ ഒരു സ്ഥാനം ഭയങ്കരമായിരുന്നു. അദ്ദേഹം ഈ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി, ഈ വെള്ളവസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഉള്ള ജോലി ഉപേക്ഷിക്കുക. എന്നിട്ട് ഒരു യന്ത്രം വെച്ച് മാത്രം പോകുന്ന ഒരു കപ്പലിൽ കയറി ജീവൻ അപകടത്തിലാ. അദ്ദേഹം ആഫ്രിക്ക ഭൂഖണ്ഡം ചുറ്റി ഗോവയിൽ വന്നിറങ്ങിയിട്ട് പിന്നെ മരിച്ചു വീഴുന്നത് വരെ ഒരിടത്തും ഇരുന്നിട്ടുമില്ല, നിന്നിട്ടുമില്ല. അദ്ദേഹം ഓടി 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 സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടോ? അല്ലാതെ വെറുതെ കൊച്ചിരുന്ന് പള്ളിയിൽ പോയിട്ടും ആക്ക് കെട്ടി വാങ്ങ സ്വീകരിച്ച് വീട്ടിൽ വന്ന് നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് അത്രയും ചീപ്പല്ല രക്ഷ, അത്രയും വില കുറഞ്ഞതല്ല സ്വർഗം. ഭൂമിയിലുള്ള വലിയ സ്ഥാനത്തെത്താൻ കഠിനാധ്വാനവും കഠിന പ്രയത്നവും ആവശ്യമാണെങ്കിൽ, നിത്യമായ വിരുന്നനുഭവിക്കാൻ, ദൈവത്തോടുള്ള ആനന്ദത്തിൽ പങ്കുചേരണമെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം മടങ്ങ് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, കർത്താവ് ഇത് വലിയ നോമ്പ് അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ്. ഇതാ ഒരു കർത്താവ് രക്ഷയുടെ സമയം തരാൻ പോവാം. ഈ നോമ്പ് പൂർത്തിയാക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. അടുത്ത നോമ്പ് അത് നമ്മൾ എത്ര ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴേ ഒരുമിച്ച് പ്ലാൻ ചെയ്തു. അതായത് ഇത്രയും നാളും രക്ഷയ്ക്ക് ഉപകരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്നതെന്ന വീഴ്ച മുഴുവനും പരിഹരിക്കണം ഈ നോമ്പുകാർ. ഹല്ലേലൂയ. അതിന് 3 കാര്യമാണ് സൽപ്രവൃത്തികളായിട്ട് ഈശോ പറയുന്ന 3 കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് സൽപ്രവൃത്തികളായി ഈശോ എടുത്ത് പറയുന്ന 3 കാര്യം. അതൊക്കെയാണ്. ആർക്ക് പറയാൻ കേൾക്കട്ടെ? ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. അതെ, കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 സൽപ്രവൃത്തികളാണ്. ഉപവാസം എന്ന് പറയും ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രം കേട്ടോ, എല്ലാ തരത്തിലും ശരീരത്തെ ഞെരുക്കുക, ശരീരത്തിന്റെ സുഖം മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുക. അതാണ് ഉപവാസം എന്ന് വാക്കിനർത്ഥം. ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് മാത്രമല്ല,
ഈ ലോകത്തിൽ ഇന്നത്തെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? പരമാവധി ശരീരത്തെ സുഖിപ്പിക്കുക എന്നുള്ള, ശരീരത്തെ പരമാവധി സുഖിപ്പിക്കുക. അതാണ് ചെറുപ്പക്കാരക്കിടയിലെ എന്താ സ്ഥിതി. കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ എഫ്ഐഡി ധ്യാനത്തിൽ പങ്കെടുത്ത 60 യുവതിമാക്കന്മാർ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. അവർ ലോകത്തെ എല്ലാ സുഖമോഹങ്ങളിലും പരമാവധി മുഴുകിയിട്ട് നശിച്ചു പോയി. ഊഹിക്കാനാവാ തിന്മകൾ പോയി പെട്ട് വീണ് നശിച്ചു പോയി. രക്ഷ കിട്ടാൻ വേണ്ടി ഇവിടെ വന്നതാണ് എല്ലാവരും മാവുകൊണ്ട് പറഞ്ഞു, സാക്ഷ്യം എന്ന് പറഞ്ഞ ഇവിടേക്ക് വന്നത് രക്ഷ കിട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട കടമകളൊക്കെ നിർവഹിക്കണമെങ്കിലും അതിനുവേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കുന്നത് ശുദ്ധ മണ്ഡത്തിലാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വേലയിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ, സുവിശേഷ വേലയിൽ നമ്മൾ ഇതുവരെ കാണിച്ച അലസത, ഇതുവരെ കാണിച്ച മാന്തി അവസാനിപ്പിക്കണം. ഞാനിത് പറഞ്ഞിട്ട് ഇത് കഴിയുമ്പോൾ ജീവരക്ഷയെ പറ്റി പറഞ്ഞ് നിങ്ങളുടെ കൈവിളിക്ക് ഞാൻ കാണും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് കഴിയുമ്പോഴേ ഈ കുർബാന ജീവരക്ഷ മാസം ചെയ്തില്ല, അപ്പം കൈ വിളിക്കും. കൊണ്ടു തരുമ്പോഴേ വേണ്ട വേണ്ട വേണ്ട. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഒരു പള്ളി പണി നടക്കുമ്പോൾ ആ പള്ളി ഒരാൾ വേണം പറഞ്ഞത്, അവിടെ നമ്മുടെ ഇവിടെ ഒരു പ്രേക്ഷകർ പറഞ്ഞതാണ്. പള്ളിയിൽ ഒരു അനൗൺസ്മെന്റ് നടത്തി ഒരു സാമ്പത്തിക കാര്യമായിട്ട്. അച്ഛൻ ഞെട്ടിപ്പോയതാണ്. ഇടവക്കാര് അച്ഛൻ അറ്റാക്ക് വന്ന് പോയത്. അതായത് അച്ഛൻ പ്രതീക്ഷയുടെ അനേകം മടങ്ങ് അധികം കൊണ്ട് സമ്മാനം കൊടുക്കുന്നവർ. കാശ് പ്രധാനപ്പെട്ടതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് നമ്മൾ മത്സരബുദ്ധിയോടെ പെരുമാറണം. കാരണം ഒരു വ്യക്തിയുടെ രക്ഷ എന്ന് പറയുന്നതിന് ഈശോയുടെ ജീവനാണ് വില. ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വില ഈശോയുടെ ജീവനാണെങ്കിൽ അനേക വ്യക്തികൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ല സേഫ് ഡെപ്പോസിറ്റ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നതാണ് ഏറ്റവും സേഫായ ഡെപ്പോസിറ്റ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വാക്കുകൾ മറക്കരുതാ. നമുക്ക് സഹതാപം തോന്നിക്കാണാ. പാവപ്പെട്ട വഴിയരികിയിരുന്ന അവനെ പിടിച്ചു കൊണ്ടുവന്ന് വെള്ളിക്കുടി തെക്കൊണ്ടേ അജിപ്പറ്റി അവരുടെ വല്ല കാര്യമുണ്ട്. ഇത് തന്നെയാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്. കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചത് അപേക്ഷിക്കുന്നതല്ല. അങ്ങനെയുണ്ട്. ഭയങ്കര സൂചിപ്പ്, ഭയങ്കര കൊട്ട്, ആട്ടം, പൊടി പിടി 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 പിടി, ഭയങ്കര കൈകൊട്ടിയും തുള്ളിയും പാടുന്നു, ആനന്ദം. പക്ഷേ അന്തി എടുക്കുമ്പോഴേ മങ്ങാതെ പുളി. കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നതല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താ പിതാവിൻ്റെ ഇഷ്ടം? ഒരാളും നഷ്ടപ്പെട്ടു പോകരുതെന്നും എല്ലാവരും രക്ഷ പ്രാപിക്കും. അത് സപ്പസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ദൈവഹിതം, ഒരാളും നഷ്ടപ്പെട്ടു പോകുക. അതാണല്ലോ ഈ വിടുതൽ കണ്ടില്ലേ? എല്ലാവരെയും വിളിക്കുന്നത് കണ്ടോ? ഒരാളെയും മാറ്റുന്നത്, എല്ലാവരെയും വിളിക്കുകയാണ്. പലവട്ടം വിളിക്കുകയാണ്. ദൈവത്തിന്റെ കാരുണ്യം കണ്ടോ? അളവറ്റ സ്നേഹം കണ്ടോ? ഒരാൾ നഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ആരുടെ കുറ്റം കൊണ്ട് വരാത്ത? അവരുടെ സ്വന്തം കുറ്റം കൊണ്ട് അവരാണ് വരാതിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്ത് കുറ്റമില്ല. ദൈവം എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കുറവ് വരുന്നത്. നമുക്ക് കുർബാന പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മളെല്ലാവരുടെയും ആയുസ് എന്തായാലും വിളിക്കുന്ന വ്യക്തിപക്ഷം എനിക്ക് നന്നായിട്ട് ബോധമുണ്ടാകുന്നുണ്ട്. ആയുസ് കഴിയാതായത്. അപ്പൊ നമുക്ക് ഇത്രയും നാളും നമ്മൾ കാണിച്ച അലസത എന്ന് പറഞ്ഞാൽ, ഈ അലസത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സുവിശേഷ വേലയും സ്വർഗത്തിൽ എത്തുന്നതിന് പറ്റുന്ന പ്രവൃത്തികൾ അഭാവമാണ് അലസത എന്ന് പറയുന്നത് കേട്ടോ. സുവിശേഷ വേലയിൽ കാണിക്കുന്ന അലംഭാവം, അതുപോലെ സ്വർഗരാജ്യത്തിലെ ആ വിരുന്നിന് നമ്മളെ യോഗ്യരാക്കുന്ന പ്രവൃത്തികളുടെ അഭാവം, അലസത. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? നമുക്ക് സമയമില്ലല്ലോ. സമയമില്ലാത്ത നമ്മളെന്തായിരുന്നു? ഓവർടൈം ചെയ്യും. അപ്പൊ നമുക്ക് ആർക്കും അവകാശപ്പെടാൻ പാടില്ല ഞാൻ കർത്താവ് ആഗ്രഹിച്ചു ജീവിച്ചിട്ടുണ്ട്. പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിന്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഞാൻ നിന്റെ അടുത്തേക്ക് വരും, നിന്റെ ദൈവം പിടിച്ചെടുക്കും, നിന്നെ ശിക്ഷിക്കും.
അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രഭാതം മുതൽ സന്ധ്യ രാത്രി ഉറങ്ങുന്ന സമയത്ത് അന്ന് എത്ര സെൽഫ് പോർട്രേറ്റ് ചെയ്യണം ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ അത്രയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് കാണുകയില്ല. അത് പ്രത്യേകം പരിഗണിക്കും, ശ്രദ്ധിക്കപ്പെടും, കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും ദൈവരാജ്യ വേലയിൽ കഠിന പ്രയത്നം ചെയ്യണം, ഓട്ടം ചെയ്യണം. ഇത്രയും നാളെ ചെയ്യാത്തതിനും കൂടെ ഇരട്ടി അങ്ങോട്ട് ചെയ്യണം. അതാണ് അപ്പച്ചന് കണ്ടോ, അപ്പച്ചൻ ഒരു മാസിക കാണുന്നു എല്ലാവരും പറഞ്ഞോ ഓടിക്കൊണ്ട് ഉള്ളത് മുഴുവൻ കൊടുത്തിട്ട് പോകും. കഴിഞ്ഞിട്ട് പ്രാർത്ഥന. കണ്ണുകളെ അടച്ച് നമുക്ക് കുഞ്ഞാടിൻ്റെ വിവാഹ വിളിയെപ്പറ്റി ചിന്തിക്കാം. ബൈബിള് അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ വിളിയെ പറ്റിയുള്ള വിവരണത്തോടെയാണ്. എല്ലാവരും കണ്ണുകളടച്ച് എന്താണ് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന്? ഈശോ മിശിഹ എന്ന കുഞ്ഞാട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ഭൂമിയിൽ ശരിയായി ജീവിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു തന്നു. അവസാനം എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി അതിദാരുണമായ പാടുപെടലേറ്റ് കുരിശിൽ മരിച്ചു. മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഒരു വലിയ ആനന്ദത്തിലാണ്. ഇനി ഈശോ രക്ഷിച്ച എല്ലാവരുടെയും കൂടെ അവസാനത്തെ ഒത്തുചേരലാണ് വിവാഹവിരുന്ന്. അവിടേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ആ മഹാവിരുന്നശാലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളല്ലാതെ വേറെ ആരും ആ സീറ്റിൽ ഇരിക്കേണ്ടതില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഒരിക്കൽ ഒരു വലിയ ത്യാഗോജ്വലമായ ഒരു കാഴ്ച സമർപ്പിച്ച ആളെപ്പറ്റി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ വിവരങ്ങൾ ധ്യാനത്തിൽ ആൾക്ക് സാധിക്കുന്ന അപ്പുറത്ത് വലിയൊരു സഹായം ഈ മാനസാന്തി വില കൊണ്ട് കൊടുത്ത ആൾക്ക് ഞാൻ പറയുമായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മകള് പറയുകയാണ്, സാക്ഷ്യം പറയാൻ, ആ സമയത്ത് ഞാൻ ആളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ആളിന് വേണ്ടി ഞാൻ ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കൂടുതൽ വെച്ച് പറയുക, പ്രാർത്ഥന ഞാൻ കണ്ടത് ആ ചേട്ടൻ, ഈ ചേട്ടനെ ഈ കുട്ടി കണ്ടിട്ടൊന്നുമില്ല. ആ ചേട്ടൻ, അച്ഛൻ പറഞ്ഞ ചേട്ടൻ ഈശോയുടെ പച്ചയിരുന്ന് ആനന്ദിച്ചു. എൻ്റെ ജീവിതകാലത്ത് അയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപ്പുഴയ്ക്ക് സമ്പാദിച്ചൊരു വലിയ തുക സുവിശേഷ വേല കൊണ്ട് കൊടുത്തതിനെ ഞാൻ ചുമ്മാ തന്നെ പറഞ്ഞുള്ളൂ. ഉടനെ ആ കൊച്ചു ദർശനത്തിൽ കാണുകയാണ് ആൾ ഈശോയുടെ തൊട്ടടുത്തിരുന്ന് ആനന്ദിച്ചു. നമ്മുടെ ഏതൊക്കെ പ്രവർത്തികൾ ദൈവം സന്നിധിയിൽ സ്വീകാര്യമായി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിവായത് മുതൽ ഇപ്പോൾ വരെ എണ്ണമറ്റ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതിൽ അനേക ദുഷ്പ്രവർത്തികൾ നമുക്കെതിരെ കൊടിവാൾ ഉയർത്തുന്നുണ്ട്. നമ്മൾ ചെയ്ത അനേക ദുഷ്പ്രവർത്തികൾ നമുക്കെതിരെ കൊടിവാൾ ഉയർത്തുന്നുണ്ട്. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആരോഗ്യവും സമയവും സമ്പത്തും ചെലവഴിച്ച പ്രവർത്തികൾ നമുക്കൊരു ഉപകാരമില്ലാതെ നിൽക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തികളും സ്വർണ്ണ ലിപികൾ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിധി എന്താകുമെന്നും ആലോചിച്ച് ഊഹിക്കേണ്ടതില്ല. നമ്മുടെ വിധി നടന്നു കഴിഞ്ഞു, നാം തന്നെ നടത്തിക്കഴിഞ്ഞു. കർത്താവേ, എന്നെ അവിടെ ഭൂമിയിലേക്ക് അയച്ചത് സ്വർഗത്തിൽ നിത്യമായ അങ്ങേ വിരുന്നിൽ പങ്കാളിയാകാൻ വേണ്ടി. അതിന് തക്കവണ്ണം ഞാൻ ശ്രദ്ധയോടെ ജീവിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല. കർത്താവേ, എന്നെ തിരുത്തണമെന്ന് പ്രാർത്ഥിച്ചു. ദിവസപ്രസംഗ വാർത്ത ഞാൻ ഓർക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്ന് ഇരിക്കുന്ന ഇപ്പോൾ മുമ്പെന്ന പോലെ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ അധ്വാനിച്ചു. സ്നാപക യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലവശ്യമാകും, ബലവാന്മാർ അത് പിടിച്ചടക്കും. പൗലോസിന്റെ വാക്കുകൾ, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആധിപത്യം ലഭിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ എല്ലാവിധ ആത്മീയ അലസതയിൽ നിന്ന് മോചിപ്പിക്കണം. ഞങ്ങളോട് തന്നെയുള്ള തെറ്റായ അനുകമ്പ എടുത്തു മാറ്റണം. ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ പറഞ്ഞ് അലസരാകാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളോടുള്ള തെറ്റായ അനുകമ്പയാണ്, അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവരാജ്യത്തെ പ്രതി പൗലോസ് പറഞ്ഞതുപോലെ ജയിക്കാൻ വേണ്ടി ഞാൻ ഓടണം, വിജയിക്കത്തക്കവണ്ണം ഓടണം. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ, വിജയിക്കത്തക്കവണ്ണം ഓടണം. കർത്താവേ, എൻ്റെ ഓട്ടപ്പന്തയം ഓടി തീർക്കേണ്ട സമയം കഴിയാറായി. പൗലോസ് പറയാൻ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ആകയാൽ ന്യായാധിപനായ ദൈവം നീതിയുടെ മുടി എന്നെ അറിയിക്കട്ടെ. കർത്താവേ, സ്വർഗ്ഗരാജ്യത്തിലെ നീതിയുടെ മുടി എന്നെ അറിയിക്കണമെങ്കിൽ ഞാൻ ഇനിയും എന്തുമാത്രം കൽപ്പുകൾ ചെയ്യേണ്ടതായിരുന്നു, എന്തുമാത്രം കടം ആ മേഖലയിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നെ കർത്താവേ, സ്വർഗ്ഗരാജ്യത്തെ പ്രതി, ദൈവത്തെ പ്രതി നിസ്വാർത്ഥമായി ഏറെ രക്ഷാകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തിരുത്തണമേ, ലക്ഷ്യബോധത്തിൽ മാറ്റം വരുത്തണമേ, എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. Oh